ഭാവിയിൽ ഇത് നേടിയെടുക്കാനായിട്ട് പോയത്. അപ്പം അതിലും മനോരാജ്യം കണ്ടുകൊണ്ട് അഹങ്കാരം വരുന്നത്. അപ്പൊ നമുക്ക് വേണ്ട എന്താണ് ഈ പറഞ്ഞ ഈ രണ്ടിനെയും ജയിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അസ്ഥിയെ ജയിക്കണം, അതേപോലെ പ്രാമുതിയെ ജയിക്കണം. ഈ രണ്ട് കൂട്ടരെ ജയിച്ചു കഴിഞ്ഞാൽ അവർ തുറന്നു വിട്ടേക്കും, കോട്ടയൊക്കെ അല്ലേ? അവർ കോട്ടയുണ്ട്. അവരെങ്ങനെ പോയി? ജരാസന്ധത്തിന്റെ അടുത്തേക്കാണ് ഈ കംസവധാനത്തിന് പോയത്. ജലയാൽ സന്ധിക്കപ്പെട്ട ഇത് ജലയാൽ ചേർക്കപ്പെട്ടത് രണ്ടെണ്ണത്തെ ചേർത്തതാണ്. അപ്പൊ ഏത് രണ്ടെണ്ണം? ആ രണ്ട് കഷ്ണമാണ്. ഒന്ന് പുണ്യത്തിന്റെ കഷ്ണവും ഒന്ന് പാപത്തിന്റെ കഷ്ണവും. ഇത് ജലയാൽ ചേർക്കപ്പെട്ടതുകൊണ്ട് ഈ ജലാന്ന ശബ്ദത്തിൽ പ്രാരബ്ധം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രാരബ്ധം കൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ചാൽ ഇവരോട് ചേർന്നോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേണ്ടതോ പുണ്യത്തെ വർദ്ധിപ്പിക്കുക, അവസാനം അതിനെയും ക്ഷയിപ്പിക്കുക, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് വയ്ക്കുക. ഇത്രയും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് നിരോധം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ നിരോധം ഇവിടെ പൂർണ്ണതയിലേക്ക് ഉണ്ട്. പക്ഷെ ഒന്നുകൂടെ പറയട്ടെ, എളുപ്പമല്ല. ഒന്നുകൂടെ കിടക്കണം. അതിന് മുമ്പ് പോയതേ 90 കിടക്കണം. ആ 90 അധ്യായത്തിലൂടെ നിരോധം നമുക്ക് പൂർണ്ണമായിട്ട് ഭാഗവതം കാണിച്ചിരുന്നു. കൃഷ്ണാവതാരം നമുക്ക് കേൾക്കാനുള്ള കഥയിലൂടെ കേൾക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ കൃഷ്ണാവതാരാണ്. എന്തിനാണ് ഭഗവാൻ സമയാസമയങ്ങളില് ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നത്? അതിനെ ചോദിച്ചു, എന്തിനാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്? പെട്ടെന്ന് സാധാരണക്കാരായ നമ്മുടെ നാട്ടിൽ വരുന്ന ഉത്തരാണ് കംസവധം. എന്തിനാണ് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത്? പെട്ടെന്ന് നമ്മുടെ നാവിൽ വരുന്ന ഉത്തരാണ് രാവണവധം. ആ സത്യത്തിൽ ആരെയും കൊല്ലാനോ കൊല്ലാനോ ഇടിക്കാനോ പിടിക്കാനോ ഒന്നുമല്ല ഈ അവതാരങ്ങളൊക്കെ. ഒരു കംസവധമായിരുന്നു ഈ കൃഷ്ണാവതാരത്തിന്റെ ഉദ്ദേശം എന്ന് വയ്ക്കുക. ഇതിനെ മനസ്സിലാക്കരുത്, കാരണം കഥയിൽ വിട്ടിട്ടാണ് അല്പസമയം സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടും ബാധ്യമായിട്ടുള്ള ചലനവും ശബ്ദവും ഒന്നും ശ്രദ്ധിക്കുക. ഒരു കംസനെ കൊല്ലാൻ വേണ്ടി ആയിരുന്നു ഈ കൃഷ്ണാവതാരത്തിൽ. 11ാമത്തെ വയസ്സിലെ കൃഷ്ണൻ കംസനെ കൊന്നിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ പുസ്തകം ഇറങ്ങിക്കൊണ്ട് ഇത് പോയായിരുന്നില്ലേ? വേണമെങ്കിൽ പോയോ? ഇല്ല. എത്ര കാലമായിരുന്നു? 125 വർഷായുസ്. അന്നത്തെ ആ ദ്വാപരാന്ത്യത്തിലെ പരമാവധി ആയുസ്സതായിരുന്നു. ആ ധർമ്മത്തെ തെറ്റിക്കാൻ താൻ തയ്യാറല്ല എന്ന ആ ഭാവത്തിലാണ് 125ാമത്തെ വയസ്സ്. ഈ 11 മുതൽ ഈ 125 വരെ ഇരിക്കേണ്ട കഴിയുള്ളൂ. ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, കംസനെ കൊല്ലലല്ല ഈ കൃഷ്ണാവതാരത്തിന്റെ ഉദ്ദേശം. ഇനി ഒരു രാവണവധമായിരുന്നു ശ്രീരാമാവതാരത്തിന്റെ ഉദ്ദേശം. 42-43 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ രാവണനെ കൊന്നത്. എന്നാൽ സ്വകാരോഹണം എത്രാമത്തെ വയസ്സിലാണ്? കൃഷ്ണന് സ്വകാരോഹണം 125 വയസ്സാണ്. എന്നാൽ രാമന് സ്വകാരോഹണം എത്രാമത്തെ വയസ്സിലാണ്? 11,133 വയസ്സാണ്. അപ്പോൾ ഇത്രയും കാലം ഈ 42-43 വയസ്സ് മുതൽക്ക് ഈ 11,000 ചില്ലാനം വർഷം വരെ ഈ വേദനയൊക്കെ സഹിച്ച് ഈ ത്യാഗത്തെ സഹിച്ച് കഴിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഈ രാമാവതാരത്തിന്റെ ഉദ്ദേശം? മനസ്സിലാക്കുക. രാവണവധം മാത്രമല്ല, മുഖ്യ ഉദ്ദേശം എന്താ? മദ്യശിക്ഷണം. ഒരു സാധാരണ മാനവനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ അനുഭവിക്കേണ്ടത്? ഏതൊരു ത്യാഗമാണ് അവിടെ സഹിക്കേണ്ടതായിട്ടുള്ളത് എന്ന് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ.